ബുഖാരി റഹിമഹുല്ല അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇലാഹി എന്ന് വിളിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്ത ഒരു ദുആ അതിവിടെ ശ്രദ്ധേയാണ്. എന്താ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഉ മിനൽ ലൈൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി ദുആ ചെയ്യുമായിരുന്നു. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രാത്രിയിലെ ദുആ? അല്ലാഹുമ്മ ലക്കൽ ഹംദ് അൻത റബ്ബുസ് സമാവാതി വൽ അർദ്, ലക്കൽ ഹംദു അൻത ഖയ്യിമുസ് സമാവാതി വൽ അർദ് വമൻ ഫീഹിൻ, ലക്കൽ ഹംദു അൻത നൂറുസ് സമാവാതി വൽ അർദ്, ഖൗലുകൽ ഹഖ്ഖു വവഅദുകൽ ഹഖ്ഖു വലിഖാഉക ഹഖ്ഖുൻ വൽ ജന്നത്തു ഹഖ്ഖുൻ വന്നാറു ഹഖ്ഖുൻ വസ്സാഅതു ഹഖ്ഖുൻ, അല്ലാഹുമ്മ ലക അസ്ലംതു വബിക ആമൻതു വഅലൈക തവക്കൽതു വഇലൈക അനബ്തു വബിക ഖാസംതു വഇലൈക ഹാകംതു ഫഗ്ഫിർ ലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അഅലൻതു അൻത ഇലാഹി ലാ ഇലാഹ ഗൈറുക. ഇതാണ് ദുആ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രാവുകളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചിരുന്ന ഒരു ദുആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്തത് ഇമാം ബുഖാരി നമ്മളെ ഉണർത്തുകയാണ്. അതിൽ ഇലാഹി അൻത ഇലാഹി, നീയാകുന്നു എൻ്റെ ഇലാഹ്, ലാ ഇലാഹ ഗൈറുക്, നീയല്ലാതെ യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുവാൻ മറ്റാരുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതിക്കുകയാണ്. ഇവിടെ ഈ ദുആ എന്താ അർത്ഥമാക്കുന്നത്? അല്ലാഹുമ്മ ലക്കൽ ഹംദ്, അല്ലാഹുവേ നിനക്ക് മാത്രമാകുന്നു സ്തുതികൾ മുഴുവനും. അൻത റബ്ബുസ് സമാവാതി വൽ അർദ്, നീയാകുന്നു വാനങ്ങളുടെയും ഭൂമിയുടെയും റബ്ബ്. ലക്കൽ ഹംദ്, നിനക്ക് മാത്രമാകുന്നു സ്തുതികൾ മുഴുവനും. അൻത ഖയ്യിമുസ് സമാവാതി വൽ അർദി വമൻ ഫീഹിൻ, നീയാകുന്നു വാനങ്ങളെയും ഭൂമിയെയും അവയിലുള്ളവയെയും നിയന്ത്രിക്കുന്നവൻ. ലക്കൽ ഹംദു അൻത നൂറുസ് സമാവാതി വൽ അർദ്, അല്ലാഹുവേ നിനക്ക് മാത്രമാകുന്നു സ്തുതികൾ മുഴുവനും, നീയാകുന്നു വാനങ്ങളുടെയും ഭൂമിയുടെയും നൂറ്, പ്രകാശം. ഖൗലുകൽ ഹഖ്, നിന്റെ വചനമാകുന്നു യാഥാർത്ഥ്യം. വവഅദുകൽ ഹഖ്, നിന്റെ വാഗ്ദാനമാകുന്നു യാഥാർത്ഥ്യം, സത്യം. വലിഖാഉക ഹഖും, നിന്നെ കണ്ടുമുട്ടണം എന്നുള്ള വിഷയം അത് സത്യമാണ്. വൽ ജന്നത്തു ഹഖുൻ, സ്വർഗം സത്യമാണ്. വന്നാറു ഹഖുൻ, നരകം സത്യമാണ്. വസ്സാഅതു ഹഖുൻ, അന്ത്യനാൾ സത്യമാണ്. അല്ലാഹുമ്മ ലക അസ്ലംതു, അല്ലാഹുവേ നിനക്ക് ഞാൻ ഇതാ സമർപ്പിച്ചിരിക്കുന്നു. വബിക ആമൻതു, നിന്നെ ഇതാ ഞാൻ സത്യപ്പെടുത്തി അംഗീകരിച്ചിരിക്കുന്നു. വഅലൈക തവക്കൽതു, നിന്റെ മേൽ മാത്രമായി ഞാൻ തവക്കുലാക്കിയിരിക്കുന്നു, ഭരമേൽപ്പിച്ചിരിക്കുന്നു. വഇലൈക അനബ്തു, നിന്നിലേക്ക് മാത്രമായി ഞാൻ ഖേദിച്ച് മടങ്ങിയിരിക്കുന്നു. വബിക ഖാസംതു, നിന്റെ വിഷയത്തിൽ ഞാൻ തർക്കത്തിലേർപ്പെട്ടിരിക്കുന്നു. വഇലൈക ഹകംതു, നിന്നിലേക്ക് മാത്രമായി ഞാൻ വിധി തേടിയിരിക്കുന്നു. ഫഗ്ഫിർലി, അതുകൊണ്ട് അള്ളാഹുവെ, നോക്കി നല്ല വസീലയാണ്, അള്ളാഹു പ്രീതിപ്പെടുന്ന, അള്ളാഹു ഇഷ്ടപ്പെടുന്ന നല്ല കാര്യങ്ങൾ അള്ളാഹുവിന് മുമ്പിൽ എണ്ണി പറഞ്ഞ് വസീലയാക്കി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഫഗ്ഫിർലി, അതുകൊണ്ട് അള്ളാഹുവെ നീ എന്നോട് പൊറുക്കണമേ. മാ ഖദ്ദംതു, ഞാൻ കാലേക്കൂട്ടി ചെയ്ത തെറ്റുകൾ. വമാ അഖർതു, ഞാൻ പിൽക്കാലങ്ങളിൽ പിന്നീട് ചെയ്ത തെറ്റുകൾ. വമാ അസ്റർതു വ അഅലൻതു, ഞാൻ രഹസ്യമാക്കി ചെയ്തത് പരസ്യമാക്കി ചെയ്തത് തെറ്റുകൾ, അത് നീ എനിക്ക് പൊറുക്കണമേ. അൻത ഇലാഹി ലാ ഇലാഹ ഗൈറുക്, നീയാകുന്നു എൻ്റെ ഇലാഹ്, നീയല്ലാതെ യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുവാൻ മറ്റാരുമില്ല എന്നാണ് ഇവിടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം തങ്ങൾ ഇരുളിൻ്റെ യാമങ്ങളിൽ, രാത്രിയുടെ നിശയുടെ നിഗൂഢതയിൽ മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലക്കുള്ള അർഹതകൾ, അംഗീകാരങ്ങൾ ആ അള്ളാഹുവിന് വകവെച്ച്, ആ അള്ളാഹുവിന് മാത്രം നൽകേണ്ടതായ ആരാധനകൾ അത് അള്ളാഹുവിന് സമ്മതിച്ച് ഏറ്റുപറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ഇരുന്നിരുന്നത്. അതുകൊണ്ട് ഇത്തരം സമയങ്ങളും സന്ദർഭങ്ങളും ദുആകളുമൊക്കെ നമ്മുടെ നിത്യജീവിതത്തിലും നമുക്കുണ്ടാകണം എന്ന് നമ്മൾ ഇവിടെ ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യേണ്ടതുണ്ട്.